നമുക്ക് കെ വി ബൈജുവിലേക്ക് ഒന്ന് പോകണം. കാസർകോട്ടെയും കണ്ണൂരിലെയും സാഹചര്യങ്ങൾ കെ വി ബൈജു പറയും. ബൈജു, പ്രധാനമായും കാസർകോട്ടേക്ക് വന്നാൽ കാസർഗോഡും കണ്ണൂരും, നമ്മളിപ്പോൾ രണ്ട് ജില്ല എടുത്താൽ പോലും ഇടത് ഉറച്ച കോട്ടകളെന്ന് ഇടതുമുന്നണി കരുതിയിരുന്ന 10,000-20,000 30,000 വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന സ്ഥലത്ത് പോലും തിരിച്ചു വരികയാണ്. വൻ വിജയം നേടുകയാണ് UDF സംവിധാനം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അവിടെ ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നത് CPM അണികളുടെ, CPM പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് അസംതൃപ്തരായ പാർട്ടി അണികൾ ഇത്തവണ അവർക്കൊരു ബദലിന് വേണ്ടി വോട്ട് ചെയ്തു, പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു എന്ന വിലയിരുത്തലുമുണ്ട്. അതാണ് അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെയും കാസർകോട്ടെയും ഇടത് കോട്ടകളിൽ സംഭവിച്ചത് എന്ന് വേണം കരുതാൻ. തീർച്ചയായും രഞ്ജിത്തെ, കണ്ണൂരിലും കാസർഗോഡിലും അതുതന്നെയാണ് സംഭവിച്ചത്. പാർട്ടി പരമ്പരാഗത വോട്ടുകൾ അത് ഇത്തവണ UDFന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും നമുക്കറിയാം, മണ്ഡലം രൂപീകൃതമായത് തൊട്ട് ഇടതുമുന്നണി മാത്രം വിജയിച്ചു പോകുന്ന മണ്ഡലമാണ് ഇതെല്ലാം. അതുകൂടാതെ തൃക്കരിപ്പൂർ 6 പതിറ്റാണ്ടായി ഇടതുമുന്നണിയുടെ കയ്യിൽ ഭദ്രമായ മണ്ഡലമാണ് ഈ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള കോട്ടകൾ തകരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതരായ CPM സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന കാഴ്ച. അതുമാത്രമല്ല, ഈ പയ്യന്നൂർ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ നമ്മൾ പോയതാണ്. പക്ഷേ അപ്പോഴും മധുസൂദനൻ പറയുന്നുണ്ടായിരുന്നത് താൻ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ പരാജയം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ധർമ്മടം തന്നെയാണ്. മുഖ്യമന്ത്രി വിയർത്തൊരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് 8 പഞ്ചായത്തുള്ള ധർമ്മടം പഞ്ചായത്തിൽ 7 റൗണ്ട് വരെ മുഖ്യമന്ത്രി പിന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നലെ വന്നത്. അതും മാത്രമല്ല, ഭൂരിപക്ഷം നോക്കിയാൽ ഭൂരിപക്ഷം കുറയുമെന്ന പൊതുവെ വിലയിരുത്തലുണ്ടായിരുന്നു. അബ്ദുൾ റഷീദാണ് അവിടെ സ്ഥാനാർത്ഥി. നമുക്കറിയാം തളിപ്പറമ്പ് കഴിഞ്ഞ തവണ അദ്ദേഹം നേടിയ വോട്ടുകൾ. പക്ഷേ അത് 20,000-ന് താഴേക്ക് എത്തുമെന്ന് ഒരിക്കലും പാർട്ടി കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പകുതി, നേരത്തെ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ പകുതിയിൽ കുറഞ്ഞു എന്ന് വേണം പറയാൻ. 50,000-ന് മുകളിൽ ഭൂരിപക്ഷം വന്നിടത്ത് 20,000-ന് താഴെ ഭൂരിപക്ഷം മുഖ്യമന്ത്രിക്ക് നേടാനായി. അതുമാത്രമല്ല, ആ ഒരു 12 മണിവരെ വലിയ തോതിൽ മുൾമുനയിലായിരുന്നു പാർട്ടി കേന്ദ്രങ്ങൾ എന്ന് വേണം പറയേണ്ടി വരും. അത്രത്തോളം പിന്നിൽ പോകുന്ന കാഴ്ചയായിരുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും അവിടെ കഷ്ടി മുഖ്യമന്ത്രിക്ക് വിജയിക്കാനായെങ്കിലും കണ്ണൂരിൽ 9 സീറ്റുകൾ, 11-ൽ 9 സീറ്റുകൾ ഉണ്ടായിരുന്ന കണ്ണൂരിൽ 3 സീറ്റുകൾ നഷ്ടപ്പെട്ടു. 3 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. കണ്ണൂരും പയ്യന്നൂരും തളിപ്പറമ്പ്, ഈ 3 സീറ്റുകൾ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടം എന്ന് പറയുന്നത് 2 സീറ്റിൽ നിന്നും 5 സീറ്റിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. പേരാവൂരിൽ കടുത്ത മത്സരമായിരുന്നു നടന്നതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളെങ്കിൽ അതൊന്നും അല്ല. ഈസി വാക്ക് ഓവർ എന്ന നിലയിൽ തന്നെ സണ്ണി ജോസഫ് വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് KK ശൈലജ അവിടെ പേരാവൂരിലെത്തിയതോടെ ശക്തമായ മത്സരം അവിടെ ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു വിലയിരുത്തലുണ്ടായിരുന്നത്. പക്ഷേ വളരെ ആയാസം തന്നെ അവിടെ ജയിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അത് UDFനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്നത്. TO മോഹനൻ കണ്ണൂരിലേക്ക് വന്നാൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന വൻമരം വീഴുന്ന ഒരു സാഹചര്യം. TO മോഹൻ അവിടെ വിജയിച്ചു വരുന്നു. K സുധാകരന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. വലിയ ദിവസങ്ങളോളം നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അവിടെയും UDFന് വിജയം ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതോടൊപ്പം, അതായത് പരമ്പരാഗത CPM വോട്ടുകൾ UDFന് പോയതിന് പുറമെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയിലായാലും കണ്ണൂർ ജില്ലയിലും ഉണ്ടായിട്ടുണ്ടെന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും പാർട്ടി സൂക്ഷ്മ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞത്, പ്രതികരിച്ചത് അങ്ങനെയാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ്. പക്ഷേ തെറ്റുകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, അത്തരം നടപടികളിലേക്ക് പോയി. മാത്രമല്ല, ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കായികമായും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേദികളിലും ഒക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തളിപ്പറമ്പിൽ 3 തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയത്. എന്നിട്ടും അവിടെ പരാജയം സംഭവിച്ചത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തളിപ്പറമ്പ് അത്തരത്തിൽ പരാജയപ്പെടാൻ ഒരു സാഹചര്യവും പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഉറച്ച വോട്ടുകളുള്ള മണ്ഡലം. പക്ഷേ CPM വോട്ടുകൾ, രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. CPM വോട്ടുകൾ തന്നെ CPMനെ പരാജയപ്പെടുത്തിയെന്നാണ്. കാസർഗോഡേക്ക് വന്നാൽ CPMന് ഇപ്പോൾ MLA ഇല്ല. അത് CPIയുടെ MV ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് ഒരു മണ്ഡലം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഫലത്തിൽ പതിറ്റാണ്ടുകൾ ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും CPMന് ഒരു MLA ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു.
യു ഡി എഫിനാകട്ടെ തൃക്കരിപ്പൂർ മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 പതിറ്റാണ്ടായി മണ്ഡലം രൂപീകൃതമായത് മുതൽ തന്നെ LDF-ന്റെ കയ്യിൽ ഭദ്രമായ മണ്ഡലം, പാർട്ടി കോട്ടകൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉരുക്കു കോട്ട എന്ന് പറയുന്ന ഒരു മണ്ഡലം, പ്രമുഖരൊക്കെ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. തൃക്കരിപ്പൂർ പരാജയപ്പെടുന്ന സ്വപ്നത്തിൽ പോലും പാർട്ടി വിചാരിച്ചതല്ല. അവിടെ പരാജയം സംഭവിച്ചു. അതും പാലക്കാട് നിന്നെത്തിയ സന്ദീപ് വാര്യറിലൂടെ UDF-ന് അവിടെ നല്ല വിജയം നേടാൻ സാധിച്ചു. അവസാനം വരെ സന്ദീപ് വാര്യർ ലീഡ് ചെയ്യുന്ന സാഹചര്യം തന്നെയായിരുന്നു തൃക്കരിപ്പൂരിൽ കണ്ടത്. ഉദുമയിൽ 3.5 പതിറ്റാണ്ടിന് ശേഷം UDF ആ സീറ്റ് പിടിച്ചെടുത്തു എന്നാണ് ഏറ്റവും പ്രധാനം. കെ സുധാകരൻ പോലും മത്സരിച്ചപ്പോൾ പോലും 4000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലം, CPM-ന് അത്രത്തോളം സുരക്ഷിതമായ മണ്ഡലത്തിൽ വലിയ അടിത്തറ ഇളകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ BJP-യുടെ അവസ്ഥയും അവിടെ പരിതാപകരമായല്ലോ. കാരണം സുരേന്ദ്രനൊക്കെ മഞ്ചേശ്വരത്ത് തോറ്റത് കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ ഇരട്ടി വോട്ടുകൾക്കാണ്. ഒപ്പം കാസർഗോഡ് ചില പ്രതീക്ഷകൾ അവസാന നിമിഷം വരെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതും സംഭവിച്ചില്ല. പക്ഷെ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നുള്ള നേട്ടത്തോടു കൂടിയാണ് BJP സംസ്ഥാന നേതൃത്വമൊക്കെ ഇതിനെ വിലയിരുത്തുന്നത്. പക്ഷെ അപ്പോഴും സുരേന്ദ്രൻ്റെയൊക്കെ പരാജയം ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. NDA സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം എന്ന് പറയേണ്ടത് 2ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഒരിക്കലും NDAക്ക് സാധിക്കില്ല. കാരണം കാലങ്ങളായി 2ാം സ്ഥാനത്ത് തന്നെയാണ് മഞ്ചേശ്വരത്തും ഈ ഒരു കാസർഗോഡ് മണ്ഡലത്തിലുമുള്ളത്. പക്ഷേ മഞ്ചേശ്വരത്ത് സ്ഥിതി വളരെ ദയനീയമാണ് സുരേന്ദ്രന്റെ. കാരണം 89 വോട്ടുകൾക്കും 745 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇത്തവണ 20,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ AKM അഷറഫും കലക്ടർ മായി രാജീവ് വിജയിച്ചു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അത് കൃത്യമായി NDAക്ക് ഒരുപക്ഷെ ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരായുള്ള വികാരം എന്നൊക്കെ പറയുമ്പോൾ NDAക്ക് എന്താണ് വടക്കൻ കേരളത്തിൽ സംഭവിച്ചതെന്നത് കൃത്യമായി പരിശോധന നടത്തേണ്ട ഒരു കാര്യം തന്നെയായി മാറുന്നു. അത് സുരേന്ദ്രൻ പറഞ്ഞത് LDF വോട്ടുകൾ ഇത്തവണ UDF-ന് പോയി, മറ്റ് ജാതി മത സംഘടനകൾ വോട്ടുകളും UDF-ന് ലഭിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അതിലും അപ്പുറം കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അത് കാസർഗോഡ് ഒരു പക്ഷേ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇത്തവണ CPM ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ വോട്ടുകളും ഇത്തവണ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും വലിയ പരാജയം കാസർഗോഡും മഞ്ചേശ്വരത്തും. അതായത് ഇനിയൊരു കുത്തക അവകാശപ്പെടാൻ 2ാം സ്ഥാനത്താണെങ്കിലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ താഴോട്ട് പോയിരിക്കുന്നു എന്ന് വേണം മഞ്ചേശ്വരത്തും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.